ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ നട്ടിട്ടുള്ള ചില ചെടികളും അതുപോലെ തന്നെ അമ്മയുടെ ഒരു ഓർക്കിഡ് ചെടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകതയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മണി പ്ലാന്റ് വെള്ളത്തിൽ നട്ട് വളർത്തിയിട്ടുള്ളത് വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ വിൻഡോയുടെ സൈഡിലായിട്ട് പോട്ടി മിക്സൊക്കെ ആഡ് ചെയ്തിട്ട് ഓരോ പ്ലാന്റിംഗ് പോട്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കുപ്പിയിൽ ഇതേപോലെ തന്നെ വെള്ളത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള മണി പ്ലാന്റ് ഏകദേശം പടർന്ന് പിടിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് 2 ടൈപ്പ് മണി പ്ലാന്റുകൾ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക അലുമിനിയത്തിൻ്റെ ആ ഒരു സെറ്റിങ്സ് ഉള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് പടർത്തിയെടുക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ഇവിടെ കുറച്ച് വെയിലത്തോട്ട് കൊണ്ടുവച്ചപ്പോൾ അത് നല്ല സെറ്റായിട്ട് ഇലകളൊക്കെ നല്ല വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതാ മെയിനായിട്ട് ഇതാ അമ്മയുടെ ഈ ഒരു ഓർക്കിഡ് ചെടി കാണിക്കാനാണ് വന്നത്. ഈ ഓർക്കിഡിൽ ഒരുപാട് മുട്ടുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ കിളിപ്പച്ച കളറൊക്കെ ആയിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിൽ കുഞ്ഞു കുഞ്ഞു ലൈൻസോട് കൂടിയിട്ടുള്ള കളറും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ ഇലയുടെ കളറും പൂവിൻ്റെ കളറൊക്കെ സെയിം ആയതുകൊണ്ട് ഇതിൽ പൂവ് ശരിക്കും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഈ ഓർക്കിഡിൽ ഒരുപാട് പൂവുകൾ മുട്ടുകൾ നിൽക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടും വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നും കൂടിയും കാണിക്കാം കേട്ടോ. അപ്പോൾ ദാ ഇതിൻ്റെ അടിയിലത്തെ ഈ വേരുകൾ കാണിക്കാനായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുത്തത്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ വേരുകൾക്ക് അവിടെ പടർന്ന് പിടിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അതിൻ്റെ മുകളിലൂടെ പടർന്ന് ചട്ടി മുഴുവനായിട്ടും ഏതാണ്ട് പടർന്ന് പിടിച്ചിരിക്കുകയാണ് അതിലത്തെ വേരുകൾ. എനിക്ക് തോന്നുന്നു ഇത് മാറ്റി നടേണ്ട സമയമായി എന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് മാറ്റി നടുന്നത് എന്ന് എനിക്കൊന്നും അറിയില്ല. അമ്മ ഇതിൻ്റെ കട്ടിങ്സൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് വളങ്ങളും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് പിന്നെ വേറെ ചട്ടിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. കരിയും പിന്നെ എന്താ പറയുക മണ്ണിൻ്റെ മറ്റേ ഓടിൻ്റെ കഷ്ണങ്ങളും എല്ലാം ഇട്ടിട്ടാണ് അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വേരുകൾ ഇതുപോലെ രസകരമായി നിൽക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ഓർക്കിഡും കൂടിയും വിരിഞ്ഞ് നിൽപ്പുണ്ട്. അധികം മഴ പെയ്യാത്ത സമയവും നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഓർക്കിഡുകൾ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ അമ്മയുടെ വളപ്രയോഗം ഉണ്ടാകും. പിന്നെ ഓർക്കിഡ് പൂക്കൾ മുട്ടിട്ട് വിരിഞ്ഞ് പൂക്കളായി വരുന്ന ആ ഒരു സീസണും കൂടി ആയിട്ടുണ്ട്. ഇതിലെ പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.